ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെറൂഫ് ആൻഡ് ആർബൈറ്റ് ആ ഫീൽഡിൽ, അതായത് ബെറൂഫ് പ്രൊഫഷൻസ്, ആർബൈറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക്, ഈ ഫീൽഡിൽ വരുന്ന വൊക്കാബുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ബെറൂഫ് പ്രൊഫഷൻ, ആർക്കിടെക്ട്, ദി ആർക്കിടെക്ടർ. ആർക്കിടെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫെമിനിൻ ആണ്, ഫെമിനിൻ നൗൺസ് ആണ്. ഓക്കെ, ദി വരും, അതുപോലെ തന്നെ അവസാനം IN ആഡാവും. ദി അല്ല അവിടെ വരുന്നത്, മിസ്റ്റേക്ക് ആണത്. ആർട്സ് ആണ്. ആർട്സ് അല്ലെങ്കിൽ ഏർട്സ്, ഡോക്ടർ, അത് ഫെമിനിൻ ആണ്, മസ്കുലിൻ ആണ്. ദി ഏർട്സിൻ ആണ് എന്ത്, ഫെമിനിൻ. ഓക്കെ, ബോക്സർ, ദി ബോക്സർ, ദി ഫെർമ അല്ലെങ്കിൽ ദി ഫിർമൻ, കമ്പനി. അടുത്തത് ഇംഗനിയോർ, എഞ്ചിനീയർ, ദി ഇംഗനിയോറിൻ, എഞ്ചിനീയർ. ജേർണലിസ്റ്റ്, ദി ജേർണലിസ്റ്റിൻ, ജേർണലിസ്റ്റ്. കോഹ്, കുക്ക്. പ്രൊഫസർ, ദി പ്രൊഫസറിൻ, പ്രൊഫസർ. സ്റ്റുഡൻറ്റ്, ദി സ്റ്റുഡൻറ്റിൻ, സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇവിടെ ദി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നതും അതുപോലെ IN എന്ന് നൗണിൻ്റെ അവസാനം വരുന്നത് അത് ഫെമിനിൻ ആയിരിക്കും. ഫെമിനിൻ അല്ലെങ്കിൽ ഫീമെയിൽ അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് അത് വരുന്നത്. മെയിൽ കാറ്റഗറിയിൽ വരുമ്പോഴത്തേനും നൗണിൻ്റെ ആർട്ടിക്കിൾ ദറും അവസാനം ഒന്നും വരില്ല. എന്താണോ ആ നൗണ് അത് തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് ടാക്സി ഡ്രൈവർ, ദി ടാക്സി ഫാറൻ, അത് ഫെമിനിൻ ആണ്, ടാക്സി ഡ്രൈവർ. ടെക്നീഷ്യൻ, ദി ടെക്നിക്കറിൻ, ടെക്നീഷ്യൻ. സ്റ്റുഡിയറൻ, ടു സ്റ്റഡി. ഇതിവിടെ നൗൺ അല്ല, ഇവിടെ വെർബായിട്ടാണ് ഇവിടെ സ്റ്റുഡിയറൻ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റുഡിയറത്തിൻ്റെ S സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇത് വെർബാണ്. ഓക്കെ, സ്റ്റുഡിയറൻ, ടു സ്റ്റഡി. കലണ്ടർ, ടാഗ് എന്നാണ്, ഡേഴ്സ് എന്ന് വരും. ഓക്കെ, ടെർമിൻ, അപ്പോയിൻമെൻറ്റ്. ദി വൊഹെ, വീക്ക്, ദി വൊഹൻ എന്നാണ്, വീക്സ്, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആ അവസാനം എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ എന്താണ്, പ്ലൂറൽ അല്ലെ, കുറേ ഉള്ളപ്പോൾ പറയാനായിട്ടാണ് നമ്മൾ ആ അവസാനം എഴുതിയിരിക്കുന്ന ലെറ്റർ അവിടെ അത് ആഡ് ചെയ്യുമ്പം നൗണിൻ്റെ കൂടെ ആ അവസാനത്തെ ലെറ്റർ കൂടെ കോമ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലെറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മളത് പ്ലൂറൽ കേസിൽ നമ്മളതങ്ങനെ യൂസ് ചെയ്ത് പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. Cheers.